ഹായ് ഹലോ നമസ്കാരം. മല്ലു കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്താ ചൂട് അല്ലേ? ഈ ചൂടത്ത് കുടിക്കാൻ പറ്റുന്ന 10 നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. എന്നാൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന രീതികളും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം നേരെ വീഡിയോയിലേക്ക് പോയാലോ. ആദ്യം തന്നെ ഞാനിവിടെ നാരങ്ങയൊക്കെ ഒന്ന് എടുത്ത് മുറിച്ച് ലെവലാക്കി വെക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ അതിനായി 2 നാരങ്ങ എടുത്തിരിക്കണം. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു അരപ്പ് വെച്ചിട്ട് നാരങ്ങയൊക്കെ നമുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചെടുക്കാം. അതിൻ്റെ കുരുവൊന്നും വേണ്ട. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അരപ്പ് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നാരങ്ങ നീരെല്ലാം ഇതാ അവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സബ്ജാ സീഡ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചത് നമുക്കൊന്ന് കുതിർത്താൻ വെക്കാനുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ സബ്ജാ സീഡ് വെള്ളത്തിൽ കിടക്കും തോറും ഇതങ്ങനെ വീർത്ത് വന്നോളും. കണ്ടോ, നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇളക്കുമ്പോൾ തന്നെ കാണുന്നുണ്ട്. കണ്ടോ, നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഐസ് ക്യൂബും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ നാരങ്ങാ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നല്ല ചില്ലായിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണിത്. ഈ ഒരു രീതിയിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കി നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണിത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 4-5 മാങ്ങ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് വന്ന് മാങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഐസ് ക്യൂബ് കൂടി ഇട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ല തണുത്ത വെള്ളമാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ മേലെ കൂടെ കുറച്ച് കുതിർത്ത് വെച്ചിങ്ങനെ സബ്ജാ സീഡും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂണും കൊണ്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാംഗോ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാൻ. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. ഓക്കെ, ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, 1/4 ടീസ്പൂണോളം ഉണ്ട്, അതിട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടോ, എല്ലാം കൂടി നല്ല കലങ്ങി മറിഞ്ഞ് സെറ്റാണ്. ഇനി ഇതിന് മേലെ കൂടെ കുറച്ച് നമുക്ക് ഐസ് ക്യൂബ് കൊണ്ട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുമിൻ ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി ഐറ്റമാണ്. ഇതുപോലൊരു നാരങ്ങ വെള്ളം അധികം ആരും കഴിച്ച് കാണാൻ വഴിയില്ല. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം, എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി ഒരു കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇനി നമ്മുടെ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമ്മുടെ ജിഞ്ചർ ജ്യൂസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി നീര് നമുക്ക് അന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡ് നമുക്ക് ജ്യൂസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ല ഇതുണ്ടാക്കാൻ. ഇതുപോലെ ജിഞ്ചർ ലൈം ഇതുവരെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ഓക്കെ, അടുത്തതായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഓറഞ്ച് ജ്യൂസിന് നീരും നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മുടെ ഓറഞ്ച് ലൈം ഉണ്ടാക്കാൻ ഒരു ഓറഞ്ച് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നീരെല്ലാം നമുക്കിതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. കുരുവില്ലാത്ത രീതിയിൽ എടുക്കാം. ഓക്കെ, ഇനി ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമ്മുടെ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്ത് നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ചിങ്ങനെ സബ്ജാ സീഡ് നമുക്ക് ജ്യൂസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ലൈം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കാൻ. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സിങ് ആയിട്ട് വരട്ടെ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് സ്ട്രോബെറിയാണ്, ഒരു 3 സ്ട്രോബെറി എടുത്തിട്ടുണ്ട്, അന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിന് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒരു അരിപ്പ് കൊണ്ട് നമുക്ക് ഒന്ന് അരിച്ച് വയ്ക്കാം. സ്ട്രോബെറിയുടെ ജ്യൂസ് നമ്മൾ നല്ലപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജാ സീഡും കൂടി മേലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരട്ടെ. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ അധികം ആരും കഴിക്കാൻ സാധ്യതയില്ല, എന്നാൽ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി റെസിപ്പിയാണത്. ഓക്കെ, അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുക്കുംബർ ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് നല്ല വെള്ളം ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് നമുക്ക് അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാനുണ്ട്. ഓക്കെ, കുക്കുംബറെല്ലാം നല്ലപോലെ ഒന്ന് അരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ഓക്കെ, ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പിങ്ക് സാൾട്ടാണ് ഒരു പിഞ്ച് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കുക്കുംബർ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വെറൈറ്റി ടേസ്റ്റാണത്. ഓക്കെ, മസ്റ്റായി ട്രൈ ചെയ്യാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തണ്ണിമത്തൻ ഏകദേശം 1 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അരിപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് അരിച്ചെടുത്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഐസ് ക്യൂബ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിങ്ങനെ സബ്ജാ സീഡ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വാട്ടർമെലൺ ലൈം ജ്യൂസാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതെല്ലാവർക്കും അത്യാവശ്യം അറിയാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എന്തായാലും ഇഷ്ടമാവും. ഓക്കെ, ഈ ഒരു ചൂട് കാലത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന അടിപൊളി ഡ്രിങ്കാണിത്. ഓക്കെ, അടുത്തതായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അരിപ്പ് വെച്ച് നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് അരിച്ചെടുക്കാം. പൈനാപ്പിൾ ജ്യൂസ് നല്ലപോലെ അരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായിട്ട് പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ജ്യൂസിലേക്ക് ഐസ് ക്യൂബ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുതിർത്ത് വെച്ചിങ്ങനെ സബ്ജാ സീഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണത്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തതായി മിക്സിയുടെ ജാറിലേക്ക് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല, അതങ്ങനെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, നമുക്കിതിന് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നല്ലപോലെ ഒന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ജ്യൂസ് ഗ്ലാസ്സിലേക്ക് അരിപ്പ് കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ജ്യൂസ് ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിഞ്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഐസ് ക്യൂബും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വെച്ചിങ്ങനെ സബ്ജാ സീഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആപ്പിൾ ലൈം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും ലൈം ജ്യൂസ് ഉണ്ടാക്കിയതിൽ ഏത് ലൈമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇതുപോലുള്ള ഈസി റെസിപ്പികൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ മറക്കരുത്. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്